ഇതാണ് നമ്മുടെ സ്മൈൽ മെഷീൻ. ഇതിലൂടെയാണ് നമ്മുടെ ലേസർ പോകുന്നത്. പേഷ്യൻ്റ് ഇവിടെയാണ് കിടക്കുന്നത്. ലേസർ ആകെ 30 സെക്കൻഡ്സ് കൊണ്ട് ലേസർ കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരു ലെൻറ്റിക്യൂൾ ഡിസെക്റ്റ് ചെയ്യാനുണ്ട്. ലെൻറ്റിക്യൂൾ ഡിസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ കഴിയും. ഈ സ്മൈലിന് 2 പ്രൊസീജിയറാണ്. ആദ്യം ലെൻറ്റിക്യൂൾ കട്ട് ചെയ്യുന്നതാണ്. ലേസർ കൊണ്ട് ലെൻറ്റിക്യൂൾ കട്ട് ചെയ്യും. ലെൻറ്റിക്യൂൾ അതൊരു 30 സെക്കൻഡ്സ് കൊണ്ട് ലേസർ കൊണ്ട് ലെൻറ്റിക്യൂൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊസീജിയർ ആ ഒരു ചെറിയ ഇൻസിഷൻ കൂടെ ആ ലെൻറ്റിക്യൂളിനെ പുറത്തേക്ക് ഡിസെക്റ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. അപ്പോൾ അതോടെ ആ പ്രൊസീജിയർ കഴിയും. ഇമ്മീഡിയറ്റ് തന്നെ നല്ല റിസൾട്ടായിരിക്കും. നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻ്റ് അവരുടെ ജോലിക്കെല്ലാം പോകാം. പിന്നെ നേരത്തെ ചെയ്യുന്ന PRK പ്രൊസീജിയർ എല്ലാം അതിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് ഒരു 1 to 2 വീക്സ് എടുക്കും. അപ്പോൾ ഫസ്റ്റ് 1 വീക്കെല്ലാം പെയിൻ ഉണ്ടാവും. അതിന് ബാൻഡേജ്, കോൺടാക്ട് ലെൻസ് എല്ലാം വെക്കണം. ഇപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. Hello everyone. It is indeed our immense pleasure today to introduce one of the world's most advanced laser technologies, the SMILE procedure, to Calicut today. This is the first time that this procedure is being launched in Kerala, in North Kerala particularly, and in Kozhikode as well, here at the Eye Foundation Kozhikode. The SMILE is an advanced next generation laser procedure which is used to correct all types of refractive errors. Now, this refractive error correction is made easy than compared to the previous predecessors like SMILE, previous predecessors like LASIK or PRK. The SMILE procedure is better because it is less invasive, makes a very, very small incision through which the entire procedure can be done. The recovery is extremely fast because the healing is very, very minimal. And the patient also has a great comfort because the area which we are cutting in the cornea is very less. The patient does not have any dry eye symptoms or doesn't have any form of irritation whatsoever, and they can actually return to their routine day-to-day life activities from the very next day after the procedure. It's my pleasure to introduce Mr. Rajiv Nayak, our head of optometry, optical services and refractive surgery at the Eye Foundation group of hospitals. He's also based out of Coimbatore, and he'll be just addressing and saying a few words in Malayalam. ഡോക്ടർ ഇന്ന് പറഞ്ഞ മാതിരി ഈ വടക്കൻ കേരളത്തിൽ ആദ്യമായി ഈ സ്മൈൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. സ്മൈൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലാസിക് ട്രീറ്റ്മെൻറ്റ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലാസിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജനറേഷൻ, 3ാമത്തെ ജനറേഷനിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സ്മൈൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഈ സ്മൈൽ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ റിക്കവറി ടൈം. അതായത് പേഷ്യൻറ്റിന് ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും സാധാരണ നിലയിൽ തന്നെ ഒരു ദിവസം മുന്നേ അവർ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം അടുത്ത ദിവസം മുതൽ തന്നെ ചെയ്യാമെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ ഇത് അതായത് നമ്മുടെ കോർണിയയ്ക്ക് കൃഷ്ണമണിൻ്റെ മുകളിലാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഈ പവറിനെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ കോർണിയയ്ക്ക് ഒരു ചേഞ്ചസും, അതായത് ട്രീറ്റ്മെൻറ്റ് ഒരു ദിവസം മുന്നുള്ള മാതിരി തന്നെ അടുത്ത ദിവസം ഒരു ചേഞ്ചസും വരാത്തതിനെ കൊണ്ട് വളരെ ചെറിയൊരു ഇൻസിഷൻ, അതായത് 2 മില്ലിമീറ്ററിൻ്റെ ഉള്ളൊരു ഇൻസിഷനെ കൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് അവരെ ഡേ ടു ഡേ ദിനചര്യകളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർക്ക് തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് വളരെ